ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ജാഗ്വർ ഷവറിൻ്റെ ബട്ടർഫ്ലൈ അസംബ്ലിയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കാരണം അത് ഇന്ന് പ്രസ്സായിട്ട് റിലീസാകാത്തൊരു പ്രശ്നം. അപ്പോൾ കാര്യമായിട്ട് അതിന് സ്പ്രിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളത് സ്പൗട്ടിലേക്ക് വെള്ളം വരും, മേലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഷവറിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിലീസാവില്ല, അതങ്ങനെ അമർന്ന് നിൽക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നം മുമ്പ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു ഡൈവേർട്ടർ അയച്ചിട്ട് കംപ്ലീറ്റ് പാർട്ടാക്കിയിട്ട് അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഓരോരോ സിറ്റുവേഷൻ വരുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ ആവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് ചിലവർക്കിത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടാവും, ചിലവർ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്തിടുന്നത്. അപ്പം നേരത്തെ നമ്മൾ ഒരു സ്പിൻഡൽ, ഇത് ട്യൂബ്ലാർ സ്പാനറാണ്, അതായത് 28-25 ട്യൂബ്ലാർ സ്പാനർ. ഈ സ്പാനർ വെച്ചിട്ട് നമുക്കിത് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അയക്കുന്നതിന് മുമ്പ് അതിൻ്റെ പരിക്കനൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് ഒന്ന് റെഡിയാക്കിയിട്ട് ടൈൽസൊക്കെ കയറിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. എന്നിട്ട് കറക്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു തട്ട് തട്ടിയിട്ട് അങ്ങോട്ട് അയച്ചാൽ പിന്നെ നമുക്ക് കൈകൊണ്ട് ഊരിയെടുക്കാം. അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഒട്ടിച്ച CPVC STR9 ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് പശേൻ്റെ ഭാഗങ്ങൾ പല ഭാഗത്തു നിന്നായിട്ട് പൈപ്പിൽ കൂടെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ ഇതേമാതിരി ജാമായി കിടക്കുക. അപ്പോൾ അതൊരു പ്രശ്നം. വേറെ പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞ ലിവർ ഫങ്ഷൻ കറക്റ്റ് വർക്ക് ചെയ്യാത്തൊരു പ്രശ്നം. അത് സ്പ്രിങ്ങിന് ടെൻഷൻ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ക്ലാവ് പിടിച്ചിട്ട്, ഈ ബ്രാസാണല്ലോ പൊതുവേ, ഇത് ക്ലാവ് പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗസ് വരും. ആ ഫംഗസ് എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു തരിതരിയായിട്ടുള്ള ഒരു മണൽ മാതിരി ഒരു തരിതരിയായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത് നമ്മൾ ഈ വാൽവിൻ്റെ ഉള്ളിൽ ഒരു ബുഷിൻ്റെ ഉള്ളിലൊക്കെ പിച്ചളയാണുള്ളത് വരുന്നത്. അപ്പോൾ അതിലൊരു റബ്ബർ വാഷർ വരുന്നുണ്ട്. അപ്പോൾ ഈ റബ്ബർ വാഷർ കറക്റ്റ് ഇതിൻ്റെ ആ വർക്കിംഗ്, അതായത് അതിൻ്റെ ആ പ്രവർത്തനം കറക്റ്റ് അല്ലാത്തതും കൊണ്ട് ഈ വാഷർ അവിടെ വന്നിട്ട് ഇതിൽ ആ ക്ലാവിൽ വന്നിട്ട് അവിടെ പിടിച്ചവിടെ നിൽക്കും, എന്നിട്ട് സ്റ്റക്കായ മാതിരി. അപ്പോൾ നമ്മൾ ഈ WD-40 ഒക്കെ അടിച്ച് നോക്കി, അടിച്ചപ്പോഴൊക്കെ കുറച്ചൊക്കെ ഒരു ആയാസം എന്നല്ലാതെ റിലീസിങ് അത്ര കണ്ട് നമുക്ക് സക്സസ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ പരിശ്രമിച്ച് നോക്കിയതിന് ശേഷമാണ് ഇതിന് ഒരു ലോക്ക് അഴിച്ചിട്ട് ഇതിന് ഒരു ലൂബ്രിക്കൻ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ലോക്ക് മേലെ ആ സ്പ്രിങ്ങിൻ്റെ ഒരു ലോക്കാണ്. അപ്പോൾ ആ ലോക്ക് അഴിച്ചിട്ടാണ് നമ്മൾ ലൂബ്രിക്കൻ്റ് കൊടുക്കുന്നത്. ഇത് പല പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് സ്പ്രിങ്ങിലേക്ക് അടിച്ച് നോക്കി. അതിന് സ്പ്രിങ്ങിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ടെൻഷൻ കുറവാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും പ്രശ്നങ്ങളല്ല. സംഭവം ഞാൻ ഈ പറഞ്ഞതാണ്, ക്ലാവ് പിടിച്ചിട്ട് ക്ലാവ് മണൽത്തരികൾ മാതിരി ഇതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ സീൽ വാഷർ ഈ ഷാഫ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ആ വാഷർ കറക്റ്റ് ക്ലോസ് ആവാൻ ഈ ക്ലാവ് തടസ്സമായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലൂബ്രിക്കൻ്റായിട്ട് കുറച്ച് ഓയിൽ എടുക്കുന്നുണ്ട്, ഫുഡ് ഗ്രേഡാണ്. അപ്പോൾ ആ ഓയിൽ എടുത്തിട്ടാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇത് കംപ്ലീറ്റ് കഴിക്കുക കേട്ടോ, കഴിച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യുക. ഈ ലോക്ക് കൊണ്ട് കഴിച്ചെടുത്താൽ മതി. ഈ ലോക്ക് തിക്കുന്നത് ഒരു ചടങ്ങാണ്, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും, പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ഇത് ലോക്ക് എടുക്കാതെ തന്നെ ആ ലൂബ്രിക്കൻ്റ് ഉള്ളിലേക്ക് കൊടുത്തു. ആ ലൂബ്രിക്കൻ്റ് കൊടുത്തോട് കൂടിയിട്ട്, ഫുഡ് ഗ്രേഡ് ലൂബ്രിക്കൻ്റ് കൊടുത്തോട് കൂടിയിട്ട് മാറ്റം കണ്ടില്ലേ, നല്ല ഫ്ലോയിൽ അടിച്ച് ബാറാക്കി കഴിഞ്ഞാൽ തിരിച്ച് റിലീസാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ക്ലാവ് പിടിച്ചിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഊരിയ സ്ഥിതിക്ക് നമ്മളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിടുക. അപ്പോൾ ഈ ഒരു പ്രശ്നം പല ആളുകളും അഭിമുഖീകരിക്കുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്കാണ് നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നങ്ങൾ.
അതൊരു ടെക്നീഷ്യനെ വിളിച്ചാൽ ചിലപ്പം ടെക്നീഷ്യൻ വരാൻ സമയമെടുക്കും. ഒരു ദിവസം കൊണ്ടൊന്നും വന്നോളണമെന്നില്ല. അപ്പോൾ നമുക്ക് പ്ലംബർമാർക്ക് അനായാസം ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ട്യൂബ്ലാസ് സ്പാനർ. 28-25 ട്യൂബ്ലാസ് സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് അയച്ചിട്ട് എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ക്ലോസ് ചെയ്ത് ഉറപ്പ് വരുത്താം നമുക്ക്. അതായത് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പോൾ സ്പാനർ ഇത് പിടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ ബ്രാസാണ്, ലിമിറ്റ് ടൈറ്റാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ടൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത്, കാരണം ഉള്ളിലൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പാർട്ടുകൾ PVC പാർട്ടുകളാണുള്ളത്. അപ്പോൾ പലതിനും ഒരു 1-2 ത്രെഡ് ടൈറ്റിങ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പലതും വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ നമ്മൾ ലിവർ പിടിച്ചിട്ട് ടൈറ്റാക്കി തിരിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അത് ചിലപ്പം ക്രാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ടൈറ്റ്, വെള്ളം ലീക്കാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഓവറായിട്ട് ടൈറ്റ് പിടിക്കേണ്ട ആവശ്യമില്ല. ബേസ് മോഡലാണ് കേട്ടോ പ്ലേറ്റൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബുഷൊക്കെ നോബൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കറക്റ്റ് വർക്കിംഗ് ആണോയെന്ന്, കറക്റ്റ് വെള്ളത്തിൻ്റെ ഫ്ലോയിൽ ഇത് റിലീസ് ആവണമല്ലോ. വെള്ളം പ്രഷർ ഇല്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കും കേട്ടോ. റിലീസിങ് അപ്പോൾ നോബ് നിൽക്കാത്ത പ്രശ്നമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ 2.5 ബാർ പ്രഷർ കൊടുത്തൊരു ലൈനിലാണ് ഇപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. സ്പോട്ടിൽ വരുന്ന അതേ രീതിയിൽ മേലേക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷവറിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വാൽവ് റിലീസാവണം, ആ നോബ് നമുക്ക് റിലീസാവുകയാണ് വേണ്ടത്. ഈ ഒരു പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കൈകൊണ്ട് അങ്ങോട്ടും അമർത്തി വലിക്കേണ്ടി വരും. അപ്പോൾ പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ആകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ പ്രശ്നമല്ല. വീട്ടിൽ വേറെ പുതിയതായിട്ട് വരുന്ന ആളുകളൊക്കെ ആകുമ്പോൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് റോങ് ആയിട്ട് തിരിച്ച് നമ്മളെ സാധനങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ കാലിബ്രേഷനൊക്കെ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളെ അറിവിലേക്കായിട്ട് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഡൈവേർട്ടറിൻ്റെ ബട്ടർഫ്ലൈ അസംബ്ലിയൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി ഇതാണ്. ഏതെങ്കിലും ഫുഡ് ഗ്രേഡ് ലൂബ്രിക്കൻ്റ് ഓയിൽ എടുക്കുക, എന്നിട്ട് അതിനുള്ളിൽ കൂടി ഒരു 3-4 തുള്ളി ഇറ്റിച്ച് കൊടുക്കുക. കുറച്ച് നേരം ഒരു പുഷിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളും പുഷിങ്ങും കൊടുക്കുക. ഓക്കെ.